ഈ വീഡിയോയിൽ നമ്മൾ ഒരു 3-4 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്പീഡിലായിരിക്കും ക്ലാസ് പറയുക. രണ്ടാമത് ഈ വീഡിയോയിൽ പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ബിസിനസ് മോഡൽ എന്ന് പറയുന്നതിൻ്റെ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ പറയുന്നത്. ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ എ ബിസിനസ് മോഡൽ ഈസ് എ സെറ്റ് ഓഫ് പ്ലാനഡ് ആക്ടിവിറ്റീസ് ഡിസൈൻ ടു റിസൾട്ട് ഇൻ എ പ്രോഫിറ്റ് ഇൻ എ മാർക്കറ്റ് പ്ലേസ്. ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്ലാനഡ് ആക്ടിവിറ്റീസസ് ആണ്. ഒരുപാട് പ്ലാനഡ് ആക്ടിവിറ്റീസ്, അത് എന്തിനാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? മാർക്കറ്റിൽ നിന്നും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇ കൊമേഴ്സിൽ വരിക എന്നാണ് ചോദിക്കുന്നത്. ദ ബിസിനസ് മോഡൽ is at the center of business plan. A business plan is a document that describes a firm's business model. അപ്പോൾ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞത് സെൻറ്റർ ഓഫ് ബിസിനസ് പ്ലാൻ ആണെന്ന് പറയുന്നു. ഈ ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡോക്യുമെൻ്റ് ആണ്. അത് വിശദീകരിക്കുന്നത് എ ഫേംസ് ബിസിനസ് മോഡൽ. ഇനി നോക്കുക, ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽ എയിംസ് ടു യൂസ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ദി യുണീക്ക് ക്വാളിറ്റീസ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് വേൾഡ് വൈഡ് വെബ്. അതായത് ഇൻ്റർനെറ്റ് ഉപയോഗപ്പെടുത്തിയിട്ട് മാക്സിമം ബിസിനസ്സിൻ്റെ പോസിബിലിറ്റിയെ നേടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ബിസിനസ്സിലെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി മാക്സിമം ഇൻ്റർനെറ്റിൻ്റെയും അതുപോലെ തന്നെ വേൾഡ് വെബിൻ്റെയും കാര്യങ്ങൾ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെയാണ് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നിരവധി ടൈപ്സ് ഓഫ് ബിസിനസ് മോഡൽ ഉണ്ട്, അതാണ് നമ്മളിനി പഠിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് മോഡ്സ് ഓഫ് ഇ കൊമേഴ്സ്, ഇമ്പോർട്ടൻ്റ് മോഡൽസ് ആണ് ബിസിനസ് മോഡൽസ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇ കൊമേഴ്സിൻ്റെ മോഡൽസുകൾ. അപ്പോൾ നമ്മൾ ഒന്ന് ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു കസ്റ്റമേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ടു ബിസിനസ്, കൺസ്യൂമേഴ്സ് ടു കൺസ്യൂമേഴ്സ്, ബിസിനസ് ടു ഗവൺമെൻറ്, ബിസിനസ് ടു എംപ്ലോയി. ഇത്രയാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ട്. അതിലാദ്യമായിട്ട് ബിസിനസ് ടു ബിസിനസ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ ബിസിനസ് ടു ബിസിനസ് പറയുക, അഥവാ B2B. അതായത് മാനുഫാക്ചർ ടു ഹോൾസെയിലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹോൾസെയിലർ ടു റീറ്റെയിലർ. ഇവർ തമ്മിലുള്ള ബിസിനസ്സാണ് നമ്മൾ B2B എന്ന് വിളിക്കുന്നത്. ഇതൊരിക്കലും നേരിട്ട് എൻഡ് യൂസേഴ്സിനായിട്ട് ഉള്ളതല്ല, അതിനെയാണ് നമ്മൾ B2B എന്ന് വിളിക്കുന്നത്. രണ്ടാമത് അതിൻ്റെ ബെനിഫിറ്റ് ആണ്. നോക്കുക, B2B e-commerce helps to remove the barriers raised by the geographic fragmentation of the market. മാർക്കറ്റിലെ ജിയോഗ്രഫിക്കൽ, അതായത് ഡിസ്റ്റൻസ്, ലോങ്, ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ സഹായിക്കും. പിന്നെ ബയേഴ്സ് ഗെറ്റ് നോ അബൌട്ട് ന്യൂ സെല്ലർ വിത്ത് ബെറ്റർ പ്രോഡക്ട്സ്, സപ്ലയർ ഡിസ്കവർ ന്യൂ ബയേഴ്സ്. പുതിയ സെല്ലറുകളെയും അതുപോലെ ബയേഴ്സിനെയും സപ്ലയർ കണ്ടെത്താൻ സഹായിക്കുന്നു. B2B also help in eliminating unnecessary inventory buildup for the both buyers and sellers. അത് അനാവശ്യമായിട്ടുള്ള ഇൻവെൻറ്ററി ബിൽഡപ്പ് ഒഴിവാക്കാൻ നമ്മൾക്ക് സഹായിക്കും B2B. അതുപോലെ തന്നെ B2B promote the information flow, enhances transparency, supply chain management becomes possible. അതായത് ഇത് ഒരുപാട് നമ്മളെ ഇൻഫർമേഷൻ, ബിസിനസ്സിന് ആവശ്യമായ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കും. നമ്മളെ സപ്ലൈ ചെയിൻ വളരെ സ്മൂത്ത് ആക്കാനും ഒതുങ്ങുന്നതാണ് B2B. ബോത്ത് സെല്ലർ ആൻഡ് ബയർ എൻജോയ്ഡ് റെഡ്യൂസ്ഡ് ഓർഡർ പ്രോസസ്സിംഗ് കോസ്റ്റ്. അതുപോലെ തന്നെ ഓർഡർ പ്രോസസ്സിംഗ് കോസ്റ്റ് വളരെയധികം കുറയ്ക്കാനും B2B കഴിയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് B2B എന്താണെന്ന് നന്നായിട്ട് പഠിക്കേണ്ടത്. ഇനി പറയുന്നത് ബിസിനസ് ടു കസ്റ്റമേഴ്സ് ആണ്. ഇതാണ് റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടൊക്കെ ചെയ്യുന്നത്, നമ്മൾ സാധനം ഫ്ലിപ്കാർട്ടിൽ വാങ്ങുമ്പോൾ ഫ്ലിപ്കാർട്ട് ചെയ്യുന്നത് B2C ആണ്. നോക്കുക, B2C e-commerce consists of the sale of product or services from a business to customers. കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക? അതായത് എൻഡ് യൂസർ ആരാണോ ഉപയോഗിക്കുന്നത് അവർക്കുള്ള ബിസിനസ്സിൽ നിന്ന് നേരിട്ട് വിൽപ്പനക്കാരൻ സെല്ലറിലേക്ക്, വാങ്ങുന്നവന് കൊടുക്കുന്നതാണ് എന്ത്? B2C എന്ന് പറയുന്നത്, കസ്റ്റമറിന് കൊടുക്കുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് നോക്കുക, ലോവർ ദ മാർക്കറ്റ് കോസ്റ്റ്, ലോവർ ദ ഓർഡർ പ്രോസസ്സിംഗ് കോസ്റ്റ്, ബെറ്റർ കസ്റ്റമർ സർവീസസ്, ലോവർ കസ്റ്റമർ സപ്പോർട്ട് കോസ്റ്റ് ആൻഡ് വൈഡർ മാർക്കറ്റ്. അല്ലേ, വൈഡർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലൊരു ഇപ്പോൾ ഫ്ലിപ്കാർട്ടിനെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് എല്ലായിടത്തും ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റും. അപ്പോൾ വൈഡർ മാർക്കറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത് കൺസ്യൂമർ ടു ബിസിനസ് ആണ്. അതായത് ഒരു കസ്റ്റമർക്ക്, എന്നാൽ സാധാരണ ഒരു ഇൻഡിവിജ്വലിന് ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധനങ്ങൾ വിൽക്കാൻ പറ്റും. അതിന് കൂടി ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾക്ക്
പ്രത്യേകിച്ച് ഒരു സ്ഥാപനമോ ഒന്നുമില്ലെങ്കിലും നമ്മൾക്ക് ഉദാഹരണത്തിന് ഫേസ്ബുക്കിലെ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അവിടെ നമ്മളെ പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കാം. അത് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ട ചില കമ്പനികൾ നമ്മളിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങും, അവരുടെ പ്രൊഡക്ട്സിനെ സപ്പോർട്ടീവ് ആക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിനെ ഒരു ബൈ പ്രോഡക്ട്സ് ആക്കാൻ പറ്റുന്നൊക്കെ ആണെങ്കിൽ അപ്പോൾ കസ്റ്റമറിനും എന്ത് ചെയ്യാം, ബിസിനസ്സിലേക്ക് വിൽക്കാൻ പറ്റും. ആണ് C2B എന്ന് പറയുന്നത്. ഇതൊരു ഇ കൊമേഴ്സ് മോഡൽസിൻ്റെ ഒരു യുണീക്ക് ഫീച്ചറാണ് C2B എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൺസ്യൂമർ ടു കൺസ്യൂമർ. അതായത് ഒരു കൺസ്യൂമർ, അതായത് കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന ഒരു കൺസ്യൂമർക്ക് തൻ്റെ സാധനം വേറൊരു കൺസ്യൂമറിന് വിൽക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ബിസിനസ്സുകാരെ ഉൾപ്പെടാത്താതെ, അതായത് ഇതെന്താ പറയുന്നത്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന തേർഡ് പാർട്ടീൻ്റെ സഹായത്തോടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങൾ വിൽക്കാൻ പറ്റും. നോക്കുക, the consumer to consumer electronic commerce involves the electronically facilitated consumer through some third party. The consumer sells the product and service directly to other individuals. A common example is the online auction, in which a customer or consumer posts an item for a sale, other consumer is bid to purchase it. അതായത് പ്രത്യേകിച്ച് ഓൺലൈൻ ബിഡിങ്. ഇപ്പോൾ നമ്മൾ ഈ പഴയ സാധനമൊക്കെ OLX-ലൊക്കെ നമുക്ക് സാധനം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ കിട്ടണമെന്ന് പറയും. അപ്പോൾ ഒരു കസ്റ്റമർ തന്നെ അത് കണ്ടിട്ട് എന്ത് ചെയ്യും, അത് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങും, അതിലുള്ള വില പറയും, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാം, ഇവിടെ വിൽക്കാം. അതൊക്കെയാണ് എന്തിലോട്ട് വരുന്നത്. അതിന് ഉദാഹരണമാണ് eBay എന്ന് പറയുന്ന സൈറ്റ്. അവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, eBay എന്ന് പറയുന്ന തേർഡ് പാർട്ടിയാണ്. നമ്മൾ eBayയിൽ അല്ലെങ്കിൽ OLX-ൽ നമ്മളെ സാധനം ഇടുന്നു, അത് വേറൊരു കസ്റ്റമർ വാങ്ങുന്നു. ഓക്കെ, അതാണ് C2C. അടുത്താണ് ബിസിനസ് ടു ഗവൺമെൻറ് ആണ്. അതായത് പല ബിസിനസ് സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിലേക്ക് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അതിന് അവർ പറയുന്നൊരു ഉദാഹരണം, ദിസ് ഇസ് എ ഹ്യൂജ് മാർക്കറ്റ് വിച്ച് മെയിൻലി കവർ എവറിത്തിങ് ഫ്രം ഓഫീസ് സപ്ലൈസ് ടു മിലിറ്ററി എക്യുപ്മെൻറ്റ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഓഫീസ് മുതൽ തൊട്ടിട്ട് ഗവൺമെൻറ് നമ്മുടെ രാജ്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് വരെ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു മീഡിയ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ സാധാരണ ഒരു സാധാ കസ്റ്റമർ വാങ്ങുന്നത് പോലത്തെ ഒരു ഡീലിംഗ് ആയിരിക്കില്ല ഗവൺമെൻറ് ഒരു ബിസിനസ് സ്ഥാപനവും നടത്തുന്നുണ്ടാകുക. അതിന് പ്രത്യേകിച്ച് ഇവിടെ തന്നെ പറയുന്നുണ്ട്, ടു പ്രൊവൈഡ് എബിലിറ്റി ടു സെൻഡ് ഇൻ എ ഫിൽഡ് ഔട്ട് ഓഫ് ഫോംസ് ആൻഡ് പേയ്മെൻറ്റ്. അവരൊരു പ്രൊസീജിയർ ഉണ്ടായിരിക്കും, ആ പ്രൊസീജിയർ അനുസരിച്ചുള്ള ഫോമുകളൊക്കെ ഫില്ല് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പേയ്മെൻറ്റ് മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ പോവുക. പിന്നെ ടു അപ്ഡേറ്റ് ദ കോർപ്പറേറ്റ് ഇൻഫർമേഷന്, then to request answer to specific questions. ഗവൺമെൻറ് ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കും സാധനം ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ്. കാരണം ഇത് പബ്ലിക്കിൻ്റെ പണം ഉപയോഗിച്ചിട്ട് വാങ്ങണം, അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടാവും. അത് ഫുൾഫിൽ ചെയ്താൽ ഗവൺമെൻറ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും സാധനം മേടിക്കുന്നു. ഇനി പറയുന്നത് ബിസിനസ് ടു എംപ്ലോയി ആണ്. ഈ ബിസിനസ് ടു എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ ആ എംപ്ലോയീസിനായിട്ട് ആ ബിസിനസ് ഫേം ഇൻട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്, B2E എന്ന് പറയുന്നു. ഓക്കെ, which is business to employees. This is the use of the intranet technology to handle the activities that take place within a business. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ടെക്നോളജിൻ്റെ പേരാണ് ഇൻട്രാനെറ്റ് അഥവാ ഇൻട്രാ ഇ കൊമേഴ്സസ്. അതായത് ബിസിനസ്സിൻ്റെ ഉള്ളിൽ, അതായത് ബിസിനസ് എന്ന് പറയുന്ന ഓർഗനൈസേഷനുള്ളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് മാത്രം കണക്റ്റഡ് ആണ്, ഇത് ഔട്ട്സൈഡായിട്ട് അല്ല. ഓക്കെ, അപ്പോൾ അവരുടെ ഇഷ്യൂസ്, അവരുടെ സാലറീസ്, അവരുടെ പേഴ്സണൽ പർച്ചേസിങ്, അതുപോലെ തന്നെ പ്രൊമോഷൻസ്, ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇനി പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഇ കൊമേഴ്സ് ആണ്. ഇ കൊമേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തെല്ലാം. നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഒരേ ടൈമിൽ എപ്പോഴും ഫ്ലിപ്കാർട്ടും ആമസോൺ മാത്രം മനസ്സിലേക്ക് വന്നാൽ പോരാ, ചില കാര്യങ്ങളുമുണ്ട്. പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മീഡിയം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരു ഇൻ്റർനെറ്റ് മാത്രമല്ല, ഇൻ്റർനെറ്റിൻ്റെ 1995 ആണ് ഇൻ്റർനെറ്റ് നമ്മുടെ രാജ്യത്ത് വരുന്നത് തന്നെ. അതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിന് ശേഷം തന്നെ ഇലക്ട്രോണിക് മീഡിയ ആയ ഫോണ്, അതുപോലെ തന്നെ ടെലിവിഷന്, ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇ കൊമേഴ്സ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഈ കൊമേഴ്സ് നമ്മൾ വേഗം വരെ മനസ്സിൽ ഇൻ്റർനെറ്റാണ് നമ്മളൊന്ന് യൂസ് ചെയ്യുന്നതും ആ മീഡിയ ആയതുകൊണ്ട്. അത് മാത്രമല്ല ടെലിഫോണും അതുപോലെ തന്നെ ടെലിവിഷനും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇന്ന് പറയുന്ന ഇൻ്റർനെറ്റിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു പ്ലെയർ ആയിരുന്നു ടെലിവിഷൻ ആൻഡ് ടെലിഫോൺ.
നോക്കാം. ഇലക്ട്രോണിക് കൊമേഴ്സ് ആൻഡ് ബാങ്കിങ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് കൊമേഴ്സ് ആൻഡ് റീറ്റെയിലിംഗ്, ടെലിവിഷൻ റീറ്റെയിലിംഗ്, CD-ROM ബേസ്ഡ് ഷോപ്പിംഗ്, ഓൺലൈൻ ബേസ്ഡ് ഷോപ്പിംഗ് ആൻഡ് ഓൺലൈൻ പബ്ലിഷിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് കൊമേഴ്സ്, ഇലക്ട്രോണിക് കൊമേഴ്സ് ആൻഡ് ബാങ്കിങ്, ഇൻ ബാങ്കിങ് ആണ് ശരിക്കും നമ്മുടെ ബുക്കിൽ ആൻഡ് ബാങ്കിങ് ആണ്. അതിൽ ഇലക്ട്രോണിക് കൊമേഴ്സ് ഇൻ റീറ്റെയിലിംഗുമാണ്. ഓക്കെ, ബുക്കിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ശരിക്കും ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഇൻ ബാങ്കിങ് എന്നാണ്. ഇന്ന് ബാങ്കിങ് മേഖലയിൽ കൊമേഴ്സ് ഇത്രയും വളർന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോൾ നമ്മൾ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ പല ഈ UPI ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്, മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് കൊണ്ട് പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നു. ഉദാഹരണത്തിന് Paytm, ടെസ, അതുപോലെ തന്നെ ഭീം, ഇങ്ങനത്തെയൊക്കെ ആപ്പുകൾ ഉപയോഗിച്ച്, ഫോൺ പേ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് അടുത്ത ഈ ചാപ്റ്ററിൻ്റെ ഭാഗമാണ് ഓൺലൈൻ പേയ്മെൻറ്റുകൾ തന്നെ. എത്ര ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസുകൾ ഉണ്ട് എന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ബാങ്കിങ് സെക്ടറിലാണ്. ദ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് വെബ്സൈറ്റ് ഫെസിലിറ്റേറ്റ് ദ ഫോളോവിങ് ആക്ടിവിറ്റീസ് be done online, enable online delivery of booklets, marketing information to customers. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ബുക്ക്ലെറ്റ്സുകളും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഇൻഫർമേഷനൊക്കെ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു മീഡിയ, അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇൻബോക്സിലേക്ക് സാധനം എത്തുന്നു. ത്രൂ ദ ഓൺലൈൻ ബാങ്കിങ് കസ്റ്റമേഴ്സ് ക്യാൻ ആക്സസ് ദെയർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസിലി. അതുപോലെ തന്നെ ബാങ്കിൻ്റെ പല ബുക്ക്ലെറ്റുകൾ, അതുപോലെ തന്നെ അവരെ മാർക്കറ്റിംഗ് ഇൻഫർമേഷനൊക്കെ നമ്മളെ ഫോണിലോട്ടാണ് എത്തുന്നത് അല്ലേ, മെയിൽ വഴിയായിട്ടോ മെസ്സേജ് വഴിയായിട്ടോ വാട്സപ്പ് ആയിട്ടോ. അതുപോലെ തന്നെ നമ്മൾക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ട്രാൻസ്ഫർ, വിത്ഡ്രോവൽസ് എല്ലാം ചെയ്യാൻ പറ്റും. ഇറ്റ് പ്രൊവൈഡ് എബിലിറ്റി ടു ട്രാൻസ്ഫർ ഫണ്ട് ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ ടു ഫെസിലിറ്റേറ്റ് ദ പേയ്മെൻറ്റ് ഓഫ് വേരിയസ് ബില്ല്. പല ബില്ലുകളൊക്കെ അടയ്ക്കാൻ പറ്റുന്നു. പണ്ട് ഇത് ചെയ്യാൻ പറ്റിയിരുന്നോ? ഇല്ല, ഇൻ്റർനെറ്റ് എന്ന മീഡിയ വന്നപ്പോഴാണ് ഇതെല്ലാം ചെയ്യാൻ പറ്റിയത്. കസ്റ്റമേഴ്സ് ആർ ഓൾസോ ഗിവൺ ദ ഫെസിലിറ്റി ടു മേക്ക് പേയ്മെൻറ്റ് ഈസിലി യൂസിങ് ദ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് ക്രെഡിറ്റ് കാർഡ്. ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൊമേഴ്സ് ഇൻ റീറ്റെയിലിംഗ് ആണ്. കൊമേഴ്സ് ഇൻ റീറ്റെയിലിംഗ് എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഈ വലിയ കൊമേഴ്സ് വെബ്സൈറ്റുകളല്ലാതെ തന്നെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളും ഈ മേഖലയിലേക്ക് കടക്കുന്നുണ്ട്. അതായത് അവരെ ഒരു ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ വാട്സപ്പ്, ഇതിലൊക്കെ അവർ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ നമ്മൾ എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ ഷോപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇത്ര സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാ നമ്മളെ നാട്ടിൻപുറത്തെ ഷോപ്പുകൾ വരെ നമ്മളെ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, അവർ സാധനം എത്തിക്കുന്നു. അപ്പോൾ അവരും ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഭാഗമാകുന്നു, അല്ലെങ്കിൽ കൊമേഴ്സിൻ്റെ ഭാഗമാകുന്നതിന് ഉത്തമ ഉദാഹരണമാണത് അല്ലേ. നമ്മൾ ടെലിഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് ഇത്ര സാധനം വേണം, അല്ലെങ്കിൽ അവരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇത്ര സാധനം വേണമെന്ന് അയച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് വീട്ടിലേക്ക് അത് ഹോം ഡെലിവറി ചെയ്യുന്നു. അതാണ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഇൻ റീറ്റെയിലിംഗ് ആണ് പറയുന്നത്. നമ്മുടെ ബുക്കിൽ എഴുതിയോണ്ടാണ് ഇങ്ങനെ. നമുക്ക് അതിൽ പ്രൊഡക്റ്റ് അവരെങ്ങനെയൊക്കെയും ചെയ്യുക. റീറ്റെയിലർ ഹാസ് ടു ഡെവലപ്പ് പ്രോഡക്ട്സ് വിച്ച് ആർ സ്യൂട്ടബിൾ ഫോർ ദ ഓൺലൈൻ റീറ്റെയിലിംഗ്. ഓൺലൈൻ റീറ്റെയിലിങ്ങിനായിട്ടുള്ള പ്രൊഡക്ട്സുകളും റീറ്റെയിലർമാർ റെഡിയാക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ആണ്. ദ റീറ്റെയിലർ ഹാസ് ടു സ്റ്റഡി ദ വേരിയസ് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ഷോപ്പിംഗ് ബൈ കസ്റ്റമർ ആൻഡ് ഓൾ ദാറ്റ് പ്രോസസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ന്യൂ മോഡൽ ഓഫ് ഓൺലൈൻ റീറ്റെയിലിംഗ് ഓൾസോ. ഇപ്പോൾ റീറ്റെയിലിങ്ങിനുള്ള പ്രോസസ്സിങ്ങും ഓൺലൈൻ പ്രോസസ്സിങ്ങും ഇത്തരത്തിലുള്ള ഷോപ്പ് ഓണേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൈസ് ഓഫ് പ്രോഡക്റ്റ്, അതുപോലെ തന്നെ അവർ വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതിലൂടെ. മാർക്കറ്റ് പെനട്രേഷൻ ഇഷ്യൂസസ് പറയാൻ കാരണം, അവർ ഒരു റീറ്റെയിലർ ഷോപ്പ് ഒരു മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നടത്തുന്ന മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ടെക്നിക്സിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പല ആളുകളും ചെയ്യാറുണ്ട്. ഇപ്പോൾ കേക്കൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കേക്ക് വിൽക്കുന്ന സ്ത്രീകൾ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് പോലെ തന്നെ. നമുക്ക് എല്ലാവർക്കും ഇന്ന് ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ ഉണ്ടാക്കാം. നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം, നമ്മുടെ ഫേസ്ബുക്കിൽ ഇത് യൂസ് ചെയ്യുക, നമ്മുടെ വാട്സപ്പിൽ ഉപയോഗിക്കുക, ഈവൻ വാട്സപ്പിലെ സ്റ്റാറ്റസ് വരെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇത് റീറ്റെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് കൊമേഴ്സിൻ്റെ ടെക്നിക്സുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടെലിവിഷൻ റീറ്റെയിലിംഗ് ഞാൻ പറഞ്ഞു ആദ്യം. ടെലിവിഷൻ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ടെലിബ്രാൻഡ് ഷോകൾ ഫുള്ള് ഇതിൻ്റെ ഭാഗമാണ്. ടെലിവിഷൻ ബേസ്ഡ് റീറ്റെയിലിംഗ് ഹാസ് ബിക്കം എ പോപ്പുലർ മെത്തേഡ് ഓഫ് റീറ്റെയിലിംഗ്. കസ്റ്റമേഴ്സ് ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോഡക്ട്സ്, പ്രൈസസ് എക്സെട്ര ത്രൂ കേബിൾ, ബ്രോഡ്കാസ്റ്റ് ആൻഡ് സാറ്റലൈറ്റ് മീഡിയാസ്. നമ്മുടെ ബ്രാൻഡ് ഷോസ്, അതുപോലെ തന്നെ നാപ്റ്റോള്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ടി-വിയിൽ. നമ്മൾ ജസ്റ്റ് ഫോൺ ചെയ്ത് മിസ് കോൾ ഇട്ടാൽ തന്നെ അവർ നമ്മളെ വിളിച്ച് അഡ്രസ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നു, അവർ സാധനം നമ്മൾക്ക് അയച്ചു തരുന്നു. CD-ROM ബേസ്ഡ് ഷോപ്പിംഗ് ഇത് കുറച്ച് പഴഞ്ചനാണ്.
ഇതിപ്പോൾ ഇല്ല, കാരണം നമ്മൾ കാറ്റലോഗിന് പകരം CD കൊടുക്കുന്നു. CD-യിൽ നമ്മൾ അത് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും കിട്ടും. അതുപോലെ നമുക്ക് സാധനം വാങ്ങാമെന്നാണ്. ഇതിപ്പോൾ വളരെ അപ്ഡേറ്റഡ് ആണ്. CD ഒന്നും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ തന്നെയല്ല. ഓക്കെ, പിന്നീട് പറഞ്ഞ ഓൺലൈൻ ബേസ്ഡ് ഷോപ്പിംഗ് ആണ്. ഓൺലൈൻ ബേസ്ഡ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ് ഈ പറയുന്നത്. ഓൺലൈൻ ബേസ്ഡ് ഷോപ്പിംഗ് നമുക്കൊന്നുകൂടി നോക്കാം. With the popularity of the internet and World Wide Web, many retailing firms are adopting website as an effective media for retailing. പല സ്ഥാപനങ്ങളും ഇപ്പോൾ ഏത് തരത്തിലുള്ള, ഇപ്പോൾ ഒരു ഫർണിച്ചർ ഷോപ്പ്, ഒരു ബേക്കറി, അതുപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും അവരുടേതായ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. ആ വെബ്സൈറ്റിലൂടെ തന്നെ അവരെന്ത് ചെയ്യുന്നു, വിൽപ്പന നടത്തുന്നു. അപ്പോൾ നമുക്ക് ചില സ്ഥാപനങ്ങൾ ട്രഡീഷണൽ മോഡായിട്ടുള്ള ബിസിനസ് നടത്തും, സൈമൾട്ടേനിയസ്ലി നമ്മളുടെ കൊമേഴ്സ് നടത്തും. ഇപ്പോൾ വലിയ കെയർ ബേക്കറി ഇങ്ങനത്തെ അവർക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവരുടെ സാധനം വാങ്ങാം. പിന്നെ വലിയ V-Guard, അതുപോലെ ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും അവരുടെ പ്രൊഡക്റ്റ് നമ്മൾക്ക് റീറ്റെയിൽ ഷോപ്പിൽ നിന്നും ലഭിക്കും. അതുപോലെ തന്നെ അവർ നേരിട്ട് റീറ്റെയിലിംഗ് ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് V-Guardൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് അവിടെ നിന്ന് വാങ്ങാം. നമുക്ക് ഒരിക്കലും ഫ്ലിപ്കാർട്ടിലോ ആമസോണിൽ തന്നെ പോകണം എന്ന് നിർബന്ധമില്ല. അത് നമ്മൾക്ക് പറ്റുന്നൊരു അബദ്ധമാണ്. ഇപ്പോൾ വലിയ കമ്പനി ഉണ്ടെങ്കിൽ സാംസങ്ങിന് ഇതുപോലെ തന്നെ അവരുടെ പ്രോഡക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് വാങ്ങാൻ പറ്റും. അത് നമ്മൾക്ക് ഒരിക്കലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങണമെന്നില്ല. യു ക്യാൻ ഡയറക്ട്ലി ബൈ ഇറ്റ് ഫ്രം ദെയർ ഓൺ വെബ്സൈറ്റ്. അതാണ് ഓൺലൈൻ ബേസ്ഡ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓൺലൈൻ പബ്ലിഷിംഗ് ഉണ്ട്. ഇത് അതായത് ഇപ്പോൾ നമ്മളെ മാഗസിൻസ്, അതുപോലെ തന്നെ പല കാര്യങ്ങൾ, മാഗസിൻ, വീക്കിലി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൺലൈൻ പബ്ലിഷ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പതിപ്പും PDF ഫോർമാറ്റിൽ നമുക്ക് ലഭിക്കുന്നു. ഇത്രയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസുകൾ പറയുന്നത്. ഇനി നമ്മളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മറ്റു ഭാഗമാണ്. ഇതൊരു essay ക്വസ്റ്റ്യൻ കൂടിയാണ്. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് തീർക്കേണ്ടതുണ്ട് ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും. അതുകൊണ്ടാണ് നന്നായിട്ട് കേൾക്കുക. 2 വട്ടം കേട്ടാൽ മതി. നിങ്ങൾ ഇത് സ്പീഡ് കൂട്ടുന്ന മറ്റൊരു കാരണം കൂടി, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നൊരു കാര്യമാണ്, നിങ്ങളത് പ്രാക്ടിക്കലായി ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇതൊരു essay ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് ഇതിൻ്റെ ഒരു ഏരിയ. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു ഇമെയിൽ ഒരു ഇ-കൊമേഴ്സ് സൈറ്റിനുണ്ടായിരിക്കേണ്ട ബേസിക് ക്രൈറ്റീരിയ, ഒരു നല്ലൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണെന്ന് നമ്മൾ പറയണമെങ്കിൽ അതിനുണ്ടാകുന്ന കുറച്ച് ക്രൈറ്റീരിയകളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് പറയുന്നത് റെസ്പോൺസീവ് വെബ് ഡിസൈൻ ആയിരിക്കണം. റെസ്പോൺസീവ് ആയിരിക്കണം. അതായത് നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിന് നല്ല രീതിയിലൊരു റെസ്പോൺസ് ലഭിക്കുന്നൊന്നായിരിക്കണം. നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും നമ്മളെ ഫോണിലേക്ക് മെസ്സേജ് ചെയ്യണം, യു ഹാവ് സെലക്ടഡ് ദിസ് ഐറ്റം. അപ്പോൾ മനസ്സിലാവും ഈ വെബ്സൈറ്റ് വളരെ ആക്റ്റീവ് ആണെന്നുള്ളത്. അട്രാക്റ്റീവ് ആൻഡ് ഗുഡ് ലുക്കിംഗ് വെബ് ഡിസൈൻ. പിന്നെ അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. നമുക്ക് വീണ്ടും അതിൽ എന്താ പറയുക, വിസിറ്റ് ചെയ്യാനുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു വെബ്സൈറ്റ് ആയിരിക്കണം. ക്വിക്ക് പേജ് ലോഡിങ് ആണ്. നമ്മൾ ആ പേജ് അവരെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വളരെ സ്ലോ ആകരുത്, പെട്ടെന്ന് ലോഡാകുന്നതായിരിക്കണം. പിന്നെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, ഇതൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കാം. അതിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, അതായത് അതിൻ്റെ വില, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറിങ് ഡേറ്റ്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും ആ വെബ്സൈറ്റിലുണ്ടായിരിക്കണം. സെർച്ച് ആൻഡ് ഫിൽറ്റർ, നമുക്ക് പെട്ടെന്ന് നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത്, ഇപ്പം നമ്മൾ നോക്കാം, ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ജബാങ്, മിൻട്ര ആണെങ്കിലും ഏത് വെബ്സൈറ്റ് ആണെങ്കിലും അതിൽ ഏറ്റവും മുന്നിൽ സെർച്ചാണ്ടായിരിക്കും. നമ്മൾ ഏത് സാധനമാണോ സെർച്ച് ചെയ്യുന്നത്, നമ്മൾ സെർച്ചിന് 2-3 ലെറ്റർ അടിക്കുമ്പോൾ തന്നെ അവർ കാണിച്ചു തരും അതിൻ്റേത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. പിന്നെ കസ്റ്റമർ റിവ്യൂസ് ഉണ്ടായിരിക്കണം. നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രൊഡക്റ്റ് ഓൾറെഡി ഏതെങ്കിലും കസ്റ്റമർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമറിൻ്റെ റിവ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അത് നിർബന്ധമായിട്ടും സൈറ്റുകൾ കൊടുത്തിരിക്കണം. പിന്നെ ന്യൂ പ്രൊമോഷൻ, പുതിയ പ്രൊമോഷൻസുകൾ ആഡ് ചെയ്യണം. ഇപ്പോൾ റീസെൻ്റിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഇയർ എൻഡ് ഓഫർ നമുക്കറിയില്ലേ, ഈ മാസം 16-ാം തീയതി തൊട്ടിട്ട് 21-ാം തീയതി വരെ നിൽക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ന്യൂ പ്രൊമോഷൻസുകൾ ഉണ്ടായിരിക്കണം. പിന്നെ പവർഫുൾ ഷോപ്പിംഗ് കാർട്ട് ഉണ്ടായിരിക്കണം. കാർട്ട് മീൻസ് നമ്മളെ വണ്ടി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉപയോഗിക്കുന്ന കാർട്ട് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അത് വളരെ പവർഫുൾ ആയിട്ട് ഒന്നായിരിക്കണം. പിന്നെ സിമ്പിൾ ചെക്കൗട്ട്, പെട്ടെന്ന് ചെക്കൗട്ട് ആയിരിക്കണം. കൂടുതൽ അതൊരു പ്രൊസീജിയർ ആകാൻ പാടില്ല. പിന്നെ ക്ലിയർ കോൺടാക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. സോഷ്യൽ മീഡിയ സപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ നമ്മൾക്ക് അഥവാ സാധനം വന്നിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യാനുള്ള റിട്ടേണും എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ഉണ്ടാകും. അപ്പോൾ വീഡിയോ 2 പ്രാവശ്യം കാണണം. കണ്ടതിന് ശേഷം നോട്ട് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യും.
ഓക്കെ, താങ്ക് യു.